പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഊർജ്ജമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണ ഉപകരണം ഹോം ലാബിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാമഗ്രികൾ എന്ന് പറയുന്നത് ഒരു മിനി മോട്ടർ, അതിന് മുകളിലൊരു ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി, പിന്നെ ഒരു സ്വിച്ച്. ഈ സംഭവങ്ങളൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു PVC പൈപ്പ്, ഒരു ഫണൽ, അതൊരു സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഒരു ഈ PVC പൈപ്പിന് കണക്കായിട്ടുള്ള ഒരു ബെഡ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ടോയ് കാറിലൊക്കെ ഉണ്ടാവുന്ന മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. ആ മിനി മോട്ടറിൽ ഇതുപോലൊരു ഫാൻ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിനി മോട്ടറിന്റെ അടിയിൽ നമ്മൾ ഇവിടെ ഈ 2 ഭാഗങ്ങളിലായിട്ട് പോസിറ്റീവും നെഗറ്റീവിനും കണക്കായിട്ട് വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഒരു ബെൻഡിലേക്ക് കയറ്റി കൊടുക്കാണ് വേണ്ടത്. മോട്ടർ ഇട്ടപ്പോൾ ഇവിടെ ഈ ബെൻഡിന്റെ ഇവിടെ ചെറിയ ലൂസാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ വയറുകൾ നമുക്കൊന്ന് പിരിച്ചു വെക്കാം. ഇത് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് പിരിച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഹോളിലൂടെ ഈ വയറുകൾ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഹോളിലേക്കൂടെ വയറുകൾ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാറ്ററി സ്വിച്ചൊക്കെ ഘടിപ്പിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഈ സ്വിച്ചിലെ 1ാമത്തെ വയറ് നമ്മുടെ ഈ സർക്യൂട്ടിലേക്കുള്ള വയറിലേക്ക് നമുക്ക് ഘടിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ സ്വിച്ചിലെ വയറ് 2ാമത്തെ വയറ് ബാറ്ററിയിലേക്കുള്ള വയറിലേക്ക് ഘടിപ്പിച്ചു കൊടുക്കാം. ഇനി ബാറ്ററിയിലുള്ള ലാസ്റ്റ് വയർ നമുക്ക് ഈ ഫാനിലേക്ക് ഘടിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ നടന്ന ഊർജ്ജമാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററിയിലുള്ളത് രാസോർജ്ജമാണ്. ആ രാസോർജ്ജം പുറത്തെത്തുമ്പോൾ അത് വൈദ്യുതോർജ്ജമായി മാറും. ആ വൈദ്യുതോർജ്ജം മോട്ടറിലെത്തുമ്പോൾ യാന്ത്രികോർജ്ജമായി മാറും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫാൻ കറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ പരീക്ഷണ ഉപകരണങ്ങൾ ഓരോ ആഴ്ചയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ 1 വർഷം ആകുമ്പോഴേക്കും നമ്മുടെ ലാബ് അറ്റ് ഹോമിലേക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അതാകുമ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.